ഹലോ നമസ്കാരം. പി എസ് സി ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം. കേരള ഹിസ്റ്ററിയുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കുന്നത്. അഡ്വെൻറ്റ് ഓഫ് യൂറോപ്യൻസ് എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. യൂറോപ്യന്മാരുടെ ആഗമനം. യൂറോപ്യന്മാരുടെ ആഗമനത്തോടു കൂടിയാണ് കേരളത്തിൻ്റെ ആധുനിക കാലഘട്ടം ആരംഭിക്കുന്നത്. വാസ്കോഡ ഗാമ 1498 മെയ് 20 കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് കപ്പലടുപ്പിക്കുന്നത് മുതൽ ആധുനിക കേരള ചരിത്രം തുടങ്ങുകയായി. ഇതിനെ വാസ്കോ യുഗം എന്നും നമ്മൾ വിളിക്കാറുണ്ട്. അഡ്വെൻറ്റ് ഓഫ് യൂറോപ്പിൻ്റെ ഫസ്റ്റ് ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വാസ്കോഡഗാമ മുതൽ കുഞ്ഞാലിമരക്കാർമാർ വരെയുള്ള കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യുക. യൂറോപ്യന്മാർ എന്തിനാണ് കേരളത്തിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്നത്? ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഈ ഒരു ചാപ്റ്റർ ആരംഭിക്കുന്നത്. ഏതാണ്ട് 10ാം നൂറ്റാണ്ടിനടുത്ത് തന്നെ യൂറോപ്യന്മാർക്ക് അറബികളുടെയോ തുർക്കികളുടെയോ സഹായം കൂടാതെ ഇന്ത്യയോ ഏഷ്യൻ രാജ്യങ്ങളുമായോ കച്ചവട ബന്ധത്തിന് സാധ്യമല്ലായിരുന്നു. 1453 കോൺസ്റ്റാന്റിനോപ്പിൾ എന്നറിയപ്പെടുന്ന അവസാന ക്രിസ്ത്യൻ സാമ്രാജ്യം ഒട്ടോമൻ തുർക്കികൾ പിടിച്ചെടുത്തോടുകൂടി സാംസ്കാരികപരമായിട്ടും മതപരമായിട്ടും യൂറോപ്യൻ രാജ്യങ്ങൾ അറബ് തുർക്ക് ഇസ്ലാമിക ഭരണകൂടങ്ങൾക്ക് എതിരായിട്ട് തിരിയുകയാണ് ചെയ്തത്. പിൽക്കാലത്തുള്ള ഇവരുടെ പ്രധാന ശ്രമം അറബ് തുർക്കിഷ് മധ്യവർത്തികളുടെ സഹായമില്ലാതെ നേരിട്ട് ഇന്ത്യയുമായിട്ടോ ഏഷ്യയിലെ വിവിധ രാജ്യങ്ങളുമായിട്ടോ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. കച്ചവട താല്പര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അറബികളും തുർക്കികളും മധ്യവർത്തികളായിട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ലാഭം കുറയുന്നു എന്നുള്ളൊരു കാര്യവും ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അതോടൊപ്പമാണ് യൂറോപ്പിലെ നവോത്ഥാന ചിന്തകളുടെ ഉദയവും ഇതിനെ സ്വാധീനിച്ചത്. ഇവയെല്ലാം കൂടി ഒരു പരിണിത ഫലമായിട്ട് ഇന്ത്യയിലേക്ക് ആഫ്രിക്ക ചുറ്റി നേരിട്ട് കച്ചവട പാത തുറക്കാനുള്ള ഒരു സാഹചര്യം തുറക്കുകയാണ് ചെയ്തത്. 1498 മെയ് മാസം 20 കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ് വാസ്കോഡ ഗാമ തന്റെ കപ്പലടിപ്പിച്ചത്. അന്നത്തെ പോർച്ചുഗൽ രാജാവായ ഡോം മാനുവൽ എന്ന രാജാവിന്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത്. ഇതിന് 2 ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്നാമതായിട്ട് കിഴക്കൻ പ്രദേശങ്ങളുമായിട്ടുള്ള കച്ചവടങ്ങൾ കാര്യമായിട്ട് വർദ്ധിപ്പിക്കുക. രണ്ടാമതായിട്ട് തമ്മിൽ ഭിന്നിച്ചു നിൽക്കുന്ന രാജ്യങ്ങളെ കീഴടക്കി ഒരു സാമ്രാജ്യം സ്ഥാപിക്കുക എന്ന ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. ഇവിടെ എത്തിയ പോർച്ചുഗീസുകാർ കാണുന്നത് പ്രബലമായ സാമൂതിരി രാജാക്കന്മാരെയും തമ്മിൽ കലഹിച്ചു നിൽക്കുന്ന അനേകം മറ്റ് നാട്ടുരാജ്യങ്ങളെയാണ്. സാമൂതിരിയുടെ സാമന്ത രാജാക്കന്മാരായ കൊച്ചി രാജാക്കന്മാരും കണ്ണൂർ കോലോത്തിരി രാജാക്കന്മാരും സാമൂതിരിയുടെ ഭരണത്തിൽ നിന്നും വിടുതൽ നേടി സ്വതന്ത്രരാകാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടിരുന്നു. ഇത് മുതലെടുത്തുകൊണ്ട് കൊച്ചി രാജാക്കന്മാരുമായിട്ടും കണ്ണൂർ രാജാക്കന്മാരുമായിട്ടും നല്ലൊരു കച്ചവട ബന്ധത്തിൽ ഏർപ്പെടാൻ പോർച്ചുഗീസുകാർക്ക് സാധിച്ചു. ഇത് സാമൂതിരിയെ കാര്യമായിട്ട് ചൊടിപ്പിക്കുകയുണ്ടായി. ഇതുകൂടാതെ സാമൂതിരിമാര് പോർച്ചുഗീസുകാരുടെ ബദ്ധവൈരികളായ അറബികളും തുർക്കികളുമായി നല്ലൊരു സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുകയും അവരുമായി ചേർന്ന് കച്ചവട ശൃംഖല രൂപീകരിക്കുകയും ചെയ്തിരുന്നു. കൊച്ചിയും കണ്ണൂരും കൂടാതെ കൊല്ലവും പുറക്കാടും പോർച്ചുഗീസുകാരുമായി നല്ല ബന്ധത്തിലായിരുന്നു. ഇവയെല്ലാം കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ അനിഷേധ്യ ശക്തിയായിട്ട് പോർച്ചുഗീസുകാർ വളരുന്നതിന് കളമൊരുക്കി. കേരളത്തിന്റെ സുഗന്ധ വ്യഞ്ജനങ്ങളാണ് പ്രധാനമായിട്ട് പോർച്ചുഗീസുകാരെ ഇങ്ങോട്ട് ആകർഷിച്ചത്. ലോകത്തിലെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ വ്യാപാരം പോർച്ചുഗീസുകാരുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതിന് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വഴിയൊരുക്കി. ഇനി നമുക്ക് ഏതാനും ചില ഫാക്റ്റുകളിലേക്ക് പോകാം. യൂറോപ്യന്മാരുടെ കടൽമാർഗമുള്ള ഇന്ത്യയിലെ ആഗമനത്തിന് വഴിതെളിച്ച സംഭവം എന്തായിരുന്നു? 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത്. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ആധുനിക പേര് ഇസ്താംബുൾ എന്നാണ്. ആധുനിക ഇന്ത്യ ചരിത്രത്തിന് തുടക്കം കുറിച്ച സംഭവം എന്തായിരുന്നു? അത് യൂറോപ്യൻ ആഗമനമാണ്. ഇന്ത്യ കണ്ടെത്താനുള്ള ഔദ്യോഗിക ശ്രമം ആരംഭിച്ചതാര്? അത് കൊളംബസ് എന്ന സ്പാനിഷ് സഞ്ചാരിയായിരുന്നു. അദ്ദേഹം ഒരു യഹൂദനായിരുന്നു എന്ന് ഈ അടുത്ത കാലത്ത് ചില വാർത്തകളിൽ വന്നിരുന്നു. അതൊരു കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. മലയാളത്തിൽ പറങ്കികൾ എന്ന് അറിയപ്പെടുന്ന യൂറോപ്യൻ ശക്തി ഏതാണ്? പോർച്ചുഗീസ്. മറ്റു യൂറോപ്യൻ ശക്തികളിൽ ഫ്രഞ്ചുകാരെ പരന്തറീസുകാരെന്നും ഡച്ചുകാരെ ലന്തക്കാരെന്നും ബ്രിട്ടീഷുകാരെ വെള്ളക്കാരെന്നും വിളിച്ചിരുന്നു. യൂറോപ്യന്മാരുടെ കടന്നുവരവിന്റെ തുടക്കം നമുക്ക് പ്രിൻസ് ഹെൻറി എന്ന ഒരു നാടുവാഴി പ്രഭുവിൽ കാണാൻ വേണ്ടി കഴിയും. പോർച്ചുഗലിലെ വളരെ പ്രസിദ്ധനായ ഒരു നാടുവാഴിയായിരുന്നു അദ്ദേഹം. ദ നാവിഗേറ്റർ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. പോർച്ചുഗീസുകാരുടെ ഏജ് ഓഫ് എക്സ്പ്ലോറേഷന് തുടക്കം കുറിച്ചത് ഈ പ്രിൻസ് ഹെൻറി ആയിരുന്നു. അദ്ദേഹം പോർച്ചുഗലിൽ സാഗ്രസ് എന്ന് പറയുന്ന പട്ടണത്ത് ഒരു നാവിഗേഷൻ സ്കൂൾ തുടങ്ങുകയും മാരിടൈം ടെക്നോളജീസിൽ പുതിയ ചില ടെക്നോളജീസ് അവതരിപ്പിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഭാഗമായി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോമ്പസും അസ്ട്രോളബും
മറ്റ് ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ടെക്നോളജീസും ഡെവലപ്പ് ചെയ്തു. ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ കോസ്റ്റുകളിൽ ആധിപത്യം ഉറപ്പിക്കാൻ പോർച്ചുഗീസുകാരെ പ്രിൻസ് ഹെൻറി സഹായിച്ചു. തുടർന്ന് അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇന്ത്യയിലേക്ക് ഒട്ടോമൻ തുർക്കികളുടെ സഹായമില്ലാതെ നേരിട്ടുള്ള ഒരു കച്ചവട പാതയായിരുന്നു. ക്രൈസ്തവ വിശ്വാസം ആഫ്രിക്കയിലും ഏഷ്യയിലും പ്രചരിപ്പിക്കുക എന്നതും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു. ഇദ്ദേഹത്തിന്റെ സംഭാവനകളാണ് പിൽക്കാലത്ത് ബർത്തലോമിയോ ഡയസിന്റെയും വാസ്കോഡ ഗാമയുടെയും ഇന്ത്യയിലേക്കുള്ള പ്രയാണങ്ങൾക്ക് അടിസ്ഥാനമിട്ടത്. പ്രിൻസ് ഹെൻറിക്ക് ശേഷം ബർത്തലോമിയോ ഡയസ് ആഫ്രിക്ക ചുറ്റി ഇന്ത്യയിലേക്ക് വരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. രാജാവായിരുന്ന ജോൺ രണ്ടാമന്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം അതിന് തുനിഞ്ഞത്. ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തോടു കൂടി തെക്കേ അറ്റം ചുറ്റി ഇന്ത്യയിലേക്ക് വരാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ആഫ്രിക്കയുടെ തെക്കേ അറ്റമായ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അദ്ദേഹത്തിന് ചുറ്റാൻ സാധിച്ചുവെങ്കിലും ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി സാധിച്ചില്ല. യഥാർത്ഥത്തിൽ ഈ ശുഭാപ്തി മുനമ്പ് അല്ലെങ്കിൽ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിന്റെ പേര് കേപ്പ് ഓഫ് സ്റ്റോംസ് എന്നായിരുന്നു. കാരണം വളരെ കലുഷിതമായ ഒരു പ്രദേശമാണിത്. പക്ഷേ പിൽക്കാലത്ത് ഇതിന്റെ പേര് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്നാക്കി മാറ്റുകയായിരുന്നു. ആഫ്രിക്ക ചുറ്റി ഇന്ത്യയിലേക്കുള്ള കടന്നുവരവിന് കളമൊരുക്കിയതിനു ശേഷം പിൽക്കാലത്ത് ഇതിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു യാത്ര നടത്തിയത് വാസ്കോഡ ഗാമയായിരുന്നു. പ്രിൻസ് ഹെൻറിയുടെയും ബർത്തലോമിയോ ഡയസിന്റെയും സംഭാവനകൾ ഒരുപക്ഷെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് അത് നമുക്ക് നോക്കാം. ആഗോളമായിട്ടുള്ള വ്യാപാരത്തിൽ പോർച്ചുഗീസുകാർക്ക് വലിയൊരു സ്ഥാനം നൽകാൻ പ്രിൻസ് ഹെൻറിയുടെയും ബർത്തലോമിയോ ഡയസിന്റെയും സംഭാവനകൾക്ക് സാധിച്ചു. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെയും ഇന്ത്യൻ ഓഷ്യന്റെയും ഒരു പ്രധാനപ്പെട്ട അറിവുകൾ ലഭിക്കുവാൻ പ്രിൻസ് ഹെൻറിക്കും ബർത്തലോമിയോ ഡയസിനും സാധിച്ചിട്ടുണ്ടായിരുന്നു. വാസ്കോഡ ഗാമയുടെ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവിനും പിന്നീട് പോർച്ചുഗീസുകാരുടെ ഇന്ത്യൻ കൊളോണിയലിസത്തിനും അടിത്തറയിട്ടത് ഇവർ രണ്ടുപേരുമാണെന്ന് നമുക്ക് പറയാൻ കഴിയും. വാസ്കോഡ ഗാമ 1498 മെയ് മാസം 20 ഗുജറാത്തി പൈലറ്റായിരുന്ന അബ്ദുൾ മജീദിന്റെ സഹായത്തോടു കൂടിയാണ് കോഴിക്കോടിനടുത്ത് കാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് കാലുകുത്തുന്നത്. കാപ്പാടിന് പോർച്ചുഗീസ് ഭാഷയിൽ കാപ്യ എന്നാണ് വിളിക്കുക. സാമൂതിരി അദ്ദേഹത്തെ പരമ്പരാഗതമായ മര്യാദകളോടുകൂടി സ്വീകരിച്ചിരുത്തിയെങ്കിലും ഇവർ തമ്മിലുള്ള ചർച്ചയിൽ വ്യക്തമായ ഒരു വ്യാപാര കരാർ ഉണ്ടായിട്ടില്ല. സാമൂതിരിയെ സാമോരിൻ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കുക. സാമൂതിരി ഓൾറെഡി തന്നെ അറബ് കച്ചവടക്കാരുമായിട്ടും തുർക്കിഷ് കച്ചവടക്കാരുമായിട്ടും ബന്ധത്തിലായിരുന്നു. അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോർച്ചുഗീസുകാരുമായിട്ട് ഒരു വ്യാപാരത്തിൽ ഏർപ്പെടാൻ അദ്ദേഹം വിസമ്മതിച്ചു. ഈ സമയത്ത് വാസ്കോഡ ഗാമ കോഴിക്കോട് ഒരു ഫാക്ടറി തുടങ്ങാനും ഫാക്ടറിക്ക് വേണ്ടിയിട്ട് ഒരു ഉദ്യോഗസ്ഥനെ, ഫാക്ടർ എന്നാണ് ആ ഉദ്യോഗസ്ഥനെ വിളിക്കുക, അദ്ദേഹത്തെ നിയമിക്കുവാനും സാമൂതിരിയോട് അനുവാദം ചോദിച്ചു. സാമൂതിരി അത് നിരസിക്കുകയാണ് ഉണ്ടായത്. ഫാക്ടറി എന്ന് പറയുന്ന സംവിധാനത്തെ നമ്മൾ പാണ്ഡകശാല എന്ന് മലയാളത്തിൽ വേണമെങ്കിൽ വിളിക്കാം. സാമൂതിരി ഇതും പോരാഞ്ഞ് വാസ്കോഡ ഗാമയും കൂട്ടരും കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചിട്ട് തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് നിരാകരിച്ച വാസ്കോഡ ഗാമയുടെ ക്രൂവിനെ അദ്ദേഹം തടവിലാക്കുകയും ചെയ്തു. അവസാനം അപമാനിതനായി തിരിച്ചുപോയ വാസ്കോഡ ഗാമ സാമൂതിരിയുടെ സാമന്തനായ കോലോത്തിരി രാജാവുമായിട്ട് ബന്ധത്തിലേർപ്പെട്ടു. കണ്ണനൂർ അല്ലെങ്കിൽ കണ്ണൂർ രാജാക്കന്മാരുടെ ട്രഡീഷണൽ നെയിമാണ് കോലോത്തിരി രാജ. ഇവിടെ കോലോത്തിരി രാജാവുമായിട്ട് ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് വ്യാപാരത്തിൽ അദ്ദേഹം സ്ഥാപിച്ചു. തൻ്റെ 3 കപ്പലുകൾ നിറയെ വലിയ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ചാക്കുകൾ നിറച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചു പോവുകയും 1499 ലിസ്ബണിൽ തിരിച്ചെത്തുകയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ മൊത്തം യാത്രാ ചെലവിന്റെ മൊത്തം 60 മടങ്ങാണ് അദ്ദേഹത്തിന് ഈ ഒരു കച്ചവടത്തിലൂടെ പ്രോഫിറ്റായിട്ട് ലഭിച്ചത്. പോർച്ചുഗലിൽ മാനുവൽ രാജാവിന്റെ നേതൃത്വത്തിൽ വലിയൊരു സ്വീകരണം അദ്ദേഹത്തിന് ലഭിച്ചു. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സർവ്വസൈന്യാധിപൻ എന്ന പട്ടവും അദ്ദേഹത്തിന് കൊടുക്കുകയുണ്ടായി. ചിത്രത്തിൽ കാണുന്ന ഒരു വോയേജാണ് വാസ്കോഡ ഗാമ ആദ്യം വന്ന സമയത്ത് നടത്തിയത്. ലിസ്ബണിൽ നിന്നും പടിഞ്ഞാറൻ ആഫ്രിക്ക വഴി അദ്ദേഹം ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റി മൊസാംബിക്ക്, മാലിൻഡി തുടങ്ങുന്ന പ്രദേശങ്ങളൊക്കെ സന്ദർശിച്ചതിന് ശേഷമാണ് കോഴിക്കോടേക്ക് എത്തുന്നത്. വാസ്കോഡ ഗാമയുടെ ഷിപ്പുകൾ 3 എണ്ണമാണ്: സവോ ഗബ്രിയേൽ, സവോ റഫായേൽ, ബെറിയോ. സവോ ഗബ്രിയേലിന്റെ കമാൻഡർ വാസ്കോഡ ഗാമയാണ്. സവോ റഫായേലിൻ്റെത് പൗലോ ഡ ഗാമയും ബെറിയോട് നിക്കോളോ കോൽഹയാണ്. ഇനി നമുക്ക് ഏതാനും ചില ഫാക്ട്സ് നോക്കാം. വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് ആരായിരുന്നു? മാനുവൽ ഒന്നാമൻ. വാസ്കോഡ ഗാമയോടൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ അൽവാരോ വെൻഹോഫ്. എത്ര തവണ അദ്ദേഹം കേരളം സന്ദർശിച്ചു? 3 തവണ. ഇത് കൂടാതെ 1502 1524 അദ്ദേഹം കേരളം സന്ദർശിക്കുകയുണ്ടായി. 1524 ഇന്ത്യയുടെ വൈസ്രോയി ആയിട്ടാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സേനാധിപതി എന്ന് വാസ്കോഡ ഗാമയെ വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവായിരുന്നു.
വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായിട്ട് കേരളത്തിലേക്ക് എത്തിയത് പെദ്രോ അൽവാരസ് കബ്രാൾ ആയിരുന്നു. 1500 അദ്ദേഹം കേരളത്തിലെത്തി. വാസ്കോഡ ഗാമയ്ക്ക് ശേഷം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രേഡ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. 33 കപ്പലുകളും 1500ഓളം ആൾക്കാരുമായിട്ട് തിരിച്ച അദ്ദേഹം 6 കപ്പലുകൾ മാത്രമായിട്ടാണ് കേരളത്തിലെത്തുന്നത്. അദ്ദേഹത്തിന്റെ ഏജന്റ് ഐറസ് കൊറയായിരുന്നു. അദ്ദേഹം സാമൂതിരിയുമായിട്ട് ചർച്ച നടത്തുകയും കോഴിക്കോട് ഒരു പാണ്ഡകശാല കെട്ടുന്നതിന് അനുമതി വാങ്ങിക്കുകയും ചെയ്തു. കോഴിക്കോടുമായിട്ടുള്ള ഈ ഒരു ബന്ധം അവിടുത്തെ അറബ് കച്ചവടക്കാർക്ക് തീരെ സൂചിച്ചില്ല. അറബ് ട്രേഡേഴ്സും പോർച്ചുഗീസുകാരും തമ്മിൽ ഏറ്റുമുട്ടുകയും അവരുടെ വിവിധ കപ്പലുകൾ പോർച്ചുഗീസുകാരെ പിടിച്ചെടുത്ത് അവരുടെ ക്രൂവിനെ മുഴുവൻ കൊന്നൊടുക്കുകയും ചെയ്തു. ഇത് വലിയൊരു കലാപത്തിലേക്ക് നയിച്ചു. നാട്ടുകാരായിട്ടുള്ള ലോക്കൽ ആൾക്കാർ ഇവരുടെ പാണ്ഡകശാല വളയുകയും പോർച്ചുഗീസുകാരിൽ പകുതി പേരെയും കൊന്നുകളയുകയും ചെയ്തു. കബ്രാല് ഭയചകിതനായി കൊച്ചിയിലേക്ക് പോയി. 1500 ഡിസംബർ മാസം ക്രിസ്മസ് ദിവസത്തിൽ അദ്ദേഹം കൊച്ചിയിലെത്തി. കൊച്ചി രാജാവ് വലിയ ആദരവോടുകൂടി കബ്രാലിനെ സ്വീകരിച്ചിരുത്തുകയും കൊച്ചിയിൽ പാണ്ഡകശാല കെട്ടാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുക്കുകയും ചെയ്തു. കുറഞ്ഞ വിലയ്ക്ക് സുഗന്ധവ്യഞ്ജനങ്ങൾ കൊടുക്കുകയും എല്ലാ ഫെസിലിറ്റീസ് അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഇവിടെ കൊല്ലവുമായിട്ട് ഇതുവരെയും പോർച്ചുഗീസുകാരെ നേരിട്ടുള്ള വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, കേരളത്തിൽ ഒരു വലിയ സഖ്യകക്ഷിയെ പോർച്ചുഗീസുകാർക്ക് ലഭിക്കുകയുണ്ടായി. കൊച്ചി രാജാവ് പോർച്ചുഗീസുകാരുടെ വളർച്ചയ്ക്ക് വലിയ പങ്ക് വഹിക്കുകയുണ്ടായി. തിരിച്ചും കൊച്ചി രാജാവിന്റെ വളർച്ചയ്ക്ക് പോർച്ചുഗീസുകാരും വലിയ പങ്ക് വഹിച്ചു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പോർച്ചുഗീസുകാരുടെ രാഷ്ട്രീയവും വ്യാപാരപരമായിട്ടുള്ള ഇൻട്രസ്റ്റുകൾക്ക് കൊച്ചി കേന്ദ്രമായിട്ട് മാറി. കൊച്ചി എന്ന് പറയുന്ന തുറമുഖം വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നത് പോർച്ചുഗീസുകാരുടെ കബ്രാളിന്റെ കാലഘട്ടത്തോടു കൂടിയാണ്. കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ ഒരു സ്ഥിര സാന്നിധ്യമായിട്ട് മാറാൻ പോർച്ചുഗീസുകാർക്ക് സാധിച്ചു. കബ്രാളിന്റെ പ്രവർത്തനങ്ങൾ ശോചനീയമാണെന്ന് നിരീക്ഷിച്ച രാജാവ് വാസ്കോഡ ഗാമയെ വീണ്ടും കേരളത്തിലേക്ക് അയച്ചു. അഞ്ചദ്വീപ കേന്ദ്രമാക്കി അറബ് കപ്പലുകൾ പിടിച്ചെടുക്കുകയും അവിടെയുള്ളവരെ കൊന്നുകളയുകയും ചെയ്തു. സാമൂതിരി രാജാവിന്റെ 2 സാമന്തന്മാരായിരുന്നു കോലോത്തിരി രാജാവും കൊച്ചി പെരുമ്പടപ്പ് സ്വരൂപത്തെ രാജാവും. ഇവർ രണ്ടുപേരുമായിട്ട് ബന്ധപ്പെടുവാനും സാമൂതിരിക്കെതിരെ പടനീക്കങ്ങൾ നയിക്കാനുമായിട്ട് വാസ്കോഡ ഗാമ നിശ്ചയിച്ചു. ഇതിന്റെ ഭാഗമായിട്ട് കോലോത്തിരി രാജാവുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുകയും സുഗന്ധവ്യഞ്ജനങ്ങളിൽ കൊച്ചിയിൽ കിട്ടുന്ന അതേ തുകയ്ക്ക് വാങ്ങാനുള്ള കരാർ നിർമ്മിക്കുകയും ചെയ്തു. വാസ്കോഡ ഗാമ പിന്നീട് സാമൂതിരിയുമായിട്ട് ബന്ധപ്പെടുകയും അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം കച്ചവടക്കാരെ പുറത്താക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ സാമൂതിരി അത് റിഫ്യൂസ് ചെയ്തു. അതിന്റെ ഫലമായിട്ട് കോഴിക്കോട് നഗരം അദ്ദേഹം ചുട്ടരിക്കുകയാണ് ചെയ്തത്. കൂടാതെ അരി കൊണ്ടുവന്നിരുന്ന കപ്പലുകൾ പിടിച്ചെടുത്ത് അത് മുഴുവൻ നശിപ്പിക്കുകയും അതിലുണ്ടായിരുന്ന ക്രൂവിനെ മുഴുവൻ പണിഷ് ചെയ്യുകയും ചെയ്തു. പിന്നീട് വാസ്കോഡ ഗാമ കൊച്ചിയിലേക്കാണ് പോയത്. കൊച്ചിയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ അദ്ദേഹം ശ്രമിക്കുകയുണ്ടായി. കുരുമുളകും ഏലവും ഉൾപ്പെടെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ ഒരു നിശ്ചിത തുകയ്ക്ക് വാങ്ങിക്കാനാണ് പോർച്ചുഗീസുകാർ അവിടെ ശ്രമിച്ചത്. ഇതിന്റെ ഭാഗമായി ഒരു കരാർ ഉണ്ടാവുകയും കുറഞ്ഞ വിലയ്ക്ക് പോർച്ചുഗീസുകാർ നിശ്ചയിക്കുന്ന ഒരു വിലയിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ കയറ്റുമതി ചെയ്യാൻ വേണ്ടിയിട്ട് കൊച്ചി രാജാവ് തയ്യാറായി. അതുകൂടാതെ കൊച്ചി രാജ്യത്ത് ആവശ്യം പോലെ ഫാക്ടറികൾ പണിയുവാനും കോട്ടകൾ കെട്ടുവാനും ഉള്ള അനുവാദവും അദ്ദേഹം കൊടുത്തു. പകരമായി പോർച്ചുഗൽ രാജാവ് ഒരുപാട് സമ്മാനങ്ങളും ഒരു സ്വർണ്ണ കിരീടവും കൊച്ചി രാജാവിന് സമ്മാനിക്കുകയുണ്ടായി. ഈ സമയത്താണ് കൊല്ലവുമായിട്ടൊരു വ്യാപാര ബന്ധത്തിൽ പോർച്ചുഗീസുകാർ ഏർപ്പെടുന്നത്. വാസ്കോഡ ഗാമ കൊല്ലത്തെത്തുകയും സുഗന്ധവ്യഞ്ജനങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. പോർച്ചുഗീസുകാരുമായി അടുത്തതിന്റെ ഒരു പകയ്ക്ക് സാമൂതിരി കൊച്ചിക്കെതിരെ വലിയ ഒരു യുദ്ധം പ്രഖ്യാപിച്ചു. ഈ സമയത്ത് വാസ്കോഡ ഗാമ തന്റെ സുഹൃത്തുക്കളായ കൊച്ചി രാജാവിനെ സഹായിക്കാതെ തിരികെ ലിസ്ബണിലേക്ക് പോവുകയാണ് ചെയ്തത്. 1503 1504 ഇടയിൽ സാമൂതിരി കൊച്ചി ആക്രമിച്ചുകൊണ്ടേയിരുന്നു. പോർച്ചുഗീസുകാരുടെ എക്സ്പാൻഷനെ സാമൂതിരി എതിർത്തുകൊണ്ടേയിരുന്നു. തങ്ങളും അറബികളും തുർക്കികളുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു വ്യാപാര ശൃംഖലയിൽ സാമൂതിരിക്ക് വലിയ രീതിയിൽ ലാഭം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോർച്ചുഗീസുകാരെ സഹായിച്ച കൊച്ചി രാജാവിനെതിരെ അദ്ദേഹം യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. കൊച്ചി രാജാവിനോട് അവിടെയുള്ള എല്ലാ പോർച്ചുഗീസുകാരെയും പുറത്താക്കാൻ സാമൂതിരി ആവശ്യപ്പെട്ടു. പക്ഷേ ആ ആവശ്യം നിരാകരിച്ചതോടുകൂടി യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണ് ചെയ്തത്. വലിയ ഒരു യുദ്ധമായിരുന്നു. അതിൽ 3ഓളം കൊച്ചി രാജകുമാരന്മാര് മരിക്കുകയും കൊച്ചി രാജാവ് പലായനം ചെയ്യുകയും ചെയ്തു. ഈ സമയത്താണ് അവർ സുഹൃത്തുക്കളായ പോർച്ചുഗീസുകാർ ഇടപെടുന്നത്. ലോറൻസോ മൊറീനോ കൊച്ചി സൈന്യത്തെ സഹായിക്കുകയും ഇടപ്പള്ളി കോട്ടയ്ക്ക് മുൻപിലായി വലിയൊരു പ്രതിരോധം തീർക്കുകയും ചെയ്തു. കൊച്ചിയുടെ നാശനഷ്ടങ്ങൾ കണ്ട ഫ്രാൻസിസ്കോ ഡെ അൽബുക്കർക്കും ദ്വാർത്തെ പച്ചിക്കോയും കൂടെ ചേർന്ന് കോഴിക്കോട് സൈന്യത്തിനെതിരായി ശക്തമായ ഒരു നടപടി സ്വീകരിച്ചു.
അതിന്റെ ഫലമായി കൊച്ചി രാജാവിനെ തിരികെ സിംഹാസനത്തിലെത്തുകയും അദ്ദേഹത്തെ രാജാവായിട്ട് പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്തു. തുടർന്ന് കൊച്ചിയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് പോർച്ചുഗീസുകാർ 1503 കൊച്ചിക്ക് ചുറ്റും വലിയൊരു കോട്ട കെട്ടി. പോർച്ചുഗൽ രാജാവായ മാനുവലിന്റെ പേരാണ് അതിന് കൊടുത്തത്. അങ്ങനെ മാനുവൽ കോട്ട എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ് മാനുവൽ കോട്ട. തുടർന്ന് കൊച്ചിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചില നിർദ്ദേശങ്ങൾ പോർച്ചുഗീസുകാർ മുന്നോട്ട് വെച്ചു. ഇന്നത്തെ എറണാകുളം ജില്ലയുടെ വടക്ക് ഭാഗത്തുള്ള 5 കൈമൾമാര് എന്നറിയപ്പെടുന്ന നാടുവാഴികളുമായിട്ട് സന്ധിയിൽ ഏർപ്പെടാൻ പോർച്ചുഗീസുകാർ കൊച്ചി രാജാവിനോട് ആവശ്യപ്പെടുകയും അതനുസരിച്ച് ഒരു എഗ്രിമെന്റ് ഉണ്ടാവുകയും ചെയ്തു. കൊച്ചി കൈമൾമാര് സാമൂതിരിയോടുള്ള വിധേയത്വം തള്ളിക്കളയുകയും പോർച്ചുഗീസുകാരും കൊച്ചിയുമായിട്ട് ഒരു ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. തുടർന്ന് എറണാകുളത്തിന് വടക്കുള്ള കൊടുങ്ങല്ലൂർ പ്രദേശത്തെ രാജാവുമായിട്ട് സന്ധി ചെയ്യുന്നതിനും പോർച്ചുഗീസുകാർ ശ്രമിച്ചുകൊണ്ടിരുന്നു. 1504 കൊടുങ്ങല്ലൂർ അഥവാ ക്രാങ്ങനൂർ എന്ന് പറയുന്ന പട്ടണം പിടിച്ചെടുത്ത് അവിടെ ഉണ്ടായിരുന്ന കൊടുങ്ങല്ലൂർ കോവിലകത്തെ രാജാക്കന്മാരെ തങ്ങളുടെ അധീനതയിലേക്ക് പോർച്ചുഗീസുകാർ കൊണ്ടുവന്നു. ക്രാങ്ങനൂര് ഒരു കോട്ട കെട്ടുകയും ചെയ്തു. പിൽക്കാലത്ത് നമ്മൾ അറിയപ്പെട്ട കൊടുങ്ങല്ലൂർ കോട്ട 1523 സ്ഥാപിക്കുന്നത്. ഇതിനെ കോട്ടപ്പുറം കോട്ട എന്ന് വിളിക്കുന്നു. സാൻതോം കോട്ട എന്നാണ് അതിന്റെ ഒഫീഷ്യൽ നെയിം. കൊടുങ്ങല്ലൂർ രാജാവ് സാമൂതിരി രാജാവിന്റെ വിധേയത്വം തള്ളിക്കളഞ്ഞോടുകൂടി സാമൂതിരിക്ക് തെക്കോട്ടുള്ള ഭാഗങ്ങളിൽ സ്വാധീനം നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഇത് പോർച്ചുഗീസുകാരും കൊച്ചി, കൊടുങ്ങല്ലൂർ, കൊല്ലം തുടങ്ങുന്ന രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര ബന്ധവും സുഹൃത്ത് ബന്ധവും വളരുന്നതിന് കാരണമാക്കി. അങ്ങനെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര ഗ്രൂപ്പായിട്ട് പോർച്ചുഗീസുകാർ മാറി. വാസ്കോഡഗാമയ്ക്ക് ശേഷം ഇന്ത്യയിലേക്ക് എത്തുന്നത് ഫ്രാൻസിസ്കോ ദെ അൽമേഡയാണ്. 1505 രാജാവിൻ്റെ വൈസ്രോയി അല്ലെങ്കിൽ രാജപ്രതിനിധിയായിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ഇന്ത്യയിലെ പോർച്ചുഗീസുകാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു. ഇദ്ദേഹം അതിനായി ബ്ലൂ വാട്ടർ പോളിസി എന്നൊരു പദ്ധതി രൂപീകരിച്ചു. നീലജല നയം എന്നാണ് അത് നമ്മൾ പൊതുവെ വിളിക്കുന്നത്. ഇതനുസരിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തെ ആര് കീഴടക്കുന്നോ അയാളായിരിക്കും ഇന്ത്യയുമായിട്ടുള്ള കച്ചവട ബന്ധം നിയന്ത്രിക്കുക എന്നൊരു സിദ്ധാന്തമാണ്. അതായത് കരമാർഗമുള്ള എക്സ്പാൻഷൻ കുറച്ചുകൊണ്ട് തുർക്കികളെയും അറബികളെയും നിഷ്കാസനം ചെയ്ത് ഇന്ത്യൻ മഹാസമുദ്രം തങ്ങളുടെ കൈകളിൽ ആക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഇതിനായി വിവിധ സ്ഥലങ്ങളിൽ തീരപ്രദേശങ്ങളിൽ അദ്ദേഹം ഫോർട്ടുകൾ സ്ഥാപിച്ചു. അഞ്ചുദീവ, കണ്ണനൂർ, മലാക്ക, കൊച്ചി തുടങ്ങുന്ന പ്രദേശങ്ങളിൽ അദ്ദേഹം കോട്ടകൾ ശക്തിപ്പെടുത്തി. കണ്ണൂർ 1505 അദ്ദേഹം സ്ഥാപിച്ച കോട്ടയാണ് സെന്റ് ആഞ്ചലോ കോട്ട. തുടർന്ന് സാമൂതിരിയുമായിട്ട് വലിയ ഒരു യുദ്ധത്തിൽ അദ്ദേഹം ഏർപ്പെട്ടു. തന്റെ സാമന്തനായിരുന്ന കൊച്ചി രാജാവ് സ്വതന്ത്രനായതിലും അവരെ പോർച്ചുഗീസുകാർ സഹായിച്ചതിലും കുപിതനായ സാമൂതിരി തന്റെ സുഹൃത്തുക്കളായ തുർക്കിഷ് അറബ് സൈന്യങ്ങളോടൊപ്പം ഏതാണ്ട് 200 കപ്പലുകളുടെ അകമ്പടിയോടുകൂടി അൽമേഡയെ ആക്രമിച്ചു. ഈ ആക്രമണത്തിന്റെ പ്രത്യാക്രമണം നടത്തിയത് ഫ്രാൻസിസ്കോ അൽമേഡയുടെ മകനായ ലോറൻസ് അൽമേഡയായിരുന്നു. തുർക്കികളും അറബികളും ചേർന്ന സംയുക്ത സൈന്യത്തെ 1506 മാർച്ച് 10 നടന്ന യുദ്ധത്തിൽ ലോറൻസ് അൽമേഡ തോൽപ്പിക്കുകയുണ്ടായി. സാമൂതിരി കടൽ വെച്ച് ഇവരെ തോൽപ്പിക്കുന്നത് അത്ര ഈസി അല്ല എന്ന് മനസ്സിലാക്കി കോലോത്തിരി രാജാവുമായിട്ട് ഒരു സന്ധിയിൽ ഏർപ്പെടാൻ ശ്രമിച്ചു. ഇത്തരത്തിലുള്ളൊരു ഡിപ്ലോമസിയുടെ ഭാഗമായിട്ട് പോർച്ചുഗീസ് യഥാർത്ഥത്തിൽ ഒരു ത്രെറ്റ് ആണെന്ന് സാമൂതിരി അദ്ദേഹം കൺവിൻസ് ചെയ്യുകയാണ് ചെയ്തത്. കോലോത്തിരി സെന്റ് ആഞ്ചലോ കോട്ട ഉപരോധിക്കുകയും 4 മാസത്തോളം പോർച്ചുഗീസുകാരെ കണ്ണൂർ അടുക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തു. ആ സമയത്താണ് ഡാ കുഞ്ഞ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോർച്ചുഗീസ് നാവിക കമാൻഡർ കണ്ണൂരിലെത്തുന്നത്. കോലോത്തിരി ഇദ്ദേഹവുമായിട്ട് ഒരു സമാധാന ഉടമ്പടിയിലെത്തുകയും വീണ്ടും കണ്ണൂരുമായിട്ടുള്ള ബന്ധം പോർച്ചുഗീസുകാർ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഇനി സെന്റ് ആഞ്ചലോ ഫോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ കൂടെ നമുക്ക് നോക്കാം. കണ്ണൂർ ഫോർട്ട് അല്ലെങ്കിൽ കണ്ണൂർ കോട്ട എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 1505 ഇത് പണിയെടുപ്പിക്കുന്നത്. ആദ്യം തടിയിലുള്ള ഒരു കോട്ടയായിരുന്നെങ്കിൽ പിന്നീട് സ്റ്റോണ് അതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുകയുണ്ടായി. ഗോൺസാലോ ഗിൽ ബർബോസയായിരുന്നു ആദ്യത്തെ ഫാക്ടർ. ലോറൻസോ ബ്രിട്ടോ ആയിരുന്നു ആദ്യത്തെ ക്യാപ്റ്റൻ. തുടർന്നും യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരുന്നു. 1508 ഈജിപ്ഷ്യൻ സൈന്യം സാമൂതിരിക്ക് വേണ്ടിയിട്ട് പോർച്ചുഗീസുകാരെ ആക്രമിച്ചു. ബാറ്റിൽ ഓഫ് ചൗൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ഒരു യുദ്ധത്തിൽ ലോറൻസോ അൽമേഡ കൊല്ലപ്പെടുകയും ചെയ്തു. ഇത് ഫ്രാൻസിസ്കോ അൽമേഡയ്ക്ക് വലിയ കോപം ഉണ്ടാക്കി. അദ്ദേഹം 1509 പ്രത്യാക്രമണം നടത്തുകയും ഈജിപ്തിൻ്റെയും സാമൂതിരിയുടെയും സംയുക്ത സൈന്യത്തെ കടലിൽ വെച്ച് തോൽപ്പിച്ചു കളയുകയും ചെയ്തു.
തൽഫലമായിട്ട് പോർച്ചുഗീസുകാർ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡൊമിനൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് ഫ്രാൻസിസ്കോ അൽമേഡ തിരികെ ലിസ്ബണിലേക്ക് പോവുകയാണ് ചെയ്തത്. അൽമേഡയുടെ ലെഗസീസ് പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് പോർച്ചുഗീസുകാരെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നേവൽ സൂപ്പർ പവറായിട്ട് അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തു. പോർച്ചുഗീസ് കോട്ടകളെ ശക്തിപ്പെടുത്തുകയും തീരപ്രദേശങ്ങളിലെ ശക്തി കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. തുടർന്ന് വന്ന അൽഫോൺസോ ദെ അൽബുക്കർക്കിന്റെ കാലഘട്ടത്തിന് ഒരു അടിത്തറ ഇട്ടിട്ടാണ് അൽമേഡ തിരിച്ചു പോകുന്നത്. ഇനി അൽമേഡയുടെ മറ്റൊരു സിസ്റ്റം കൂടെ നമുക്കിവിടെ ചർച്ച ചെയ്യാം. ഇതാണ് കാർട്ട സിസ്റ്റം എന്ന് പറയുക. കാർട്ട സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ലൈസൻസ് സിസ്റ്റമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആധിപത്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ശത്രു രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന അൽമേഡ ഒരു ലൈസൻസ് നിർബന്ധമാക്കിയിരുന്നു. ഈ പാസ് ഇല്ലാതെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കച്ചവടം ചെയ്യാനോ കപ്പൽ ഓടിക്കുവാനോ അവർക്ക് സാധിക്കുകയില്ല. ഇത് തെറ്റിക്കുന്ന കപ്പലുകൾ പിടിച്ചെടുക്കുവാനോ നശിപ്പിക്കുവാനോ ഉള്ള അവകാശം പോർച്ചുഗീസുകാർ നിക്ഷിപ്തമായിരുന്നു. ഇത്തരത്തിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കച്ചവടം പോർച്ചുഗീസുകാർ ഹൈജാക്ക് ചെയ്തു. മറ്റൊരു കാര്യം, കപ്പലുകൾ നിർമ്മിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റോ മെറ്റീരിയലായ വുഡ് കൊണ്ടുപോകുന്നതിന് പോർച്ചുഗീസുകാർ ഉപരോധം ഏർപ്പെടുത്തി. ഇത് അറബികളെയും തുർക്കികളെയും സാരമായിട്ട് ബാധിച്ചു. അവർക്ക് മികച്ച കപ്പലുകൾ നിർമ്മിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തില്ല. ആ കാലത്ത് കപ്പലുകൾ നിർമ്മിച്ചിരുന്നത് ശ്രീലങ്കയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയിട്ടുള്ള മികച്ച വുഡിലായിരുന്നു. അൽമേഡയ്ക്ക് ശേഷം ഇന്ത്യയിലേക്ക് എത്തിയത് അൽബുക്കർക്കായിരുന്നു. ദ ആർക്കിടെക്ട് ഓഫ് പോർച്ചുഗീസ് ഇന്ത്യ എന്ന് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. അദ്ദേഹം ഇന്ത്യൻ മഹാസമുദ്രം കീഴടക്കുന്നത് കൂടാതെ കരമാർഗം വലിയ രീതിയിലുള്ള കോൺക്വസ്റ്റുകളും ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായിട്ട് ഗോവ തുടങ്ങുന്ന പ്രദേശങ്ങൾ അദ്ദേഹം പിടിച്ചെടുക്കുകയുണ്ട്. അൽബുക്കർക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമാൻഡർ ആയിരുന്നു മാർഷൽ കുറ്റിഞ്ഞോ. അദ്ദേഹം സാമൂതിരിയുമായിട്ട് സംഘടനകളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു. സാമൂതിരിയുടെ കൊട്ടാരം പിടിച്ചെടുക്കുകയും കോഴിക്കോട് നഗരം കത്തിച്ച് ചാമ്പലാക്കുകയും ചെയ്തു. പക്ഷേ പ്രത്യാക്രമണത്തിൽ അൽബുക്കർക്ക് വലിയ രീതിയിൽ മുറിവേൽക്കുകയും മാർഷൽ കുറ്റിഞ്ഞോ കൊല്ലപ്പെടുകയും ചെയ്തു. തുടർന്ന് 1513 സാമൂതിരി പോർച്ചുഗീസുകാരുമായിട്ട് ഒരു സന്ധി ഒപ്പിട്ടു. ഇതിൽ പ്രധാനപ്പെട്ട ചില പ്രൊവിഷൻസ് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് കോഴിക്കോട് ഒരു കോട്ട കെട്ടുവാനുള്ള അനുവാദം പോർച്ചുഗീസുകാർക്ക് നൽകി. ബാർട്ടർ സിസ്റ്റത്തിൽ കുരുമുളകും മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളും പർച്ചേസ് ചെയ്യാനുള്ള അവകാശവും കൊടുത്തു. കൊച്ചിയിൽ കിട്ടുന്ന അതേ കുറഞ്ഞ വിലയ്ക്ക് തന്നെ കുരുമുളക് ലഭ്യമാക്കാനുള്ള സംവിധാനവും ചെയ്യും. സാമൂതിരി ഈ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പോർച്ചുഗൽ രാജാവിന് ഒരു ട്രിബ്യൂട്ട് കൊടുക്കാൻ നിർബന്ധിതനായി. അതോടൊപ്പം തങ്ങളുടെ ഫാക്ടറി നശിപ്പിച്ചതിൻ്റെ ഒരു കോമ്പൻസേഷനും സാമൂതിരി തന്നെ കൊടുക്കണം എന്ന് അവർ വ്യവസ്ഥ ചെയ്തു. ഇതിനെല്ലാം പ്രത്യുപകാരമായിട്ട് സാമൂതിരി കൊച്ചി രാജാക്കന്മാർക്കും കണ്ണൂർ രാജാക്കന്മാർക്കും എതിരായിട്ട് നടക്കുന്ന ആക്രമണങ്ങളിൽ പോർച്ചുഗീസുകാർ ഇടപെടില്ല എന്ന് ഉറപ്പും കൊടുത്തു. ഈ ഒരു ഇടപാടിനെ കൊച്ചി രാജാവ് എതിർത്തുവെങ്കിലും അൽബുക്കർക്ക് ഇതൊന്നും വകവെച്ചില്ല. കൂടാതെ കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് അദ്ദേഹം തന്റെ തലസ്ഥാനം മാറ്റുകയും ചെയ്തു. ഇത് കൊച്ചി രാജാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നം സൃഷ്ടിച്ചു. ഇനി അൽബുക്കർക്കിന്റെ പ്രധാനപ്പെട്ട റിഫോംസ് നമുക്ക് നോക്കാം. ഇന്ത്യക്കാരെ ആർമിയിൽ റിക്രൂട്ട് ചെയ്യുകയും യൂറോപ്യൻ ശൈലിയിൽ ട്രെയിൻ ചെയ്യിക്കുകയും ചെയ്തത് അൽബുക്കർക്കായിരുന്നു. അദ്ദേഹം പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ സതി നിരോധിക്കുകയും മിക്സഡ് കോളനി സിസ്റ്റം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. പോർച്ചുഗീസുകാർ ഇവിടെ അന്യ വിദേശികളായിട്ട് നിൽക്കുന്നത് ശരിയല്ലെന്നും ഇവിടെയുള്ള സ്ത്രീകളുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട് കുടുംബങ്ങൾ സ്ഥാപിക്കണം എന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ഇതിന്റെ ഫലമായി പോർച്ചുഗീസുകാർ ഇന്ത്യക്കാരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയും അവരുടെ കോളനികൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ഇങ്ങനെയാണ് ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉടലെടുക്കുന്നത്. ഇത് വലിയ രീതിയിൽ ഇന്ത്യൻ സംസ്കാരവും പോർച്ചുഗീസ് യൂറോപ്യൻ സംസ്കാരവും തമ്മിൽ സമന്വയിച്ച ഒരു സംസ്കാരം രൂപപ്പെടുന്നതിന് കാരണമായി. സാമ്പത്തിക മേഖലയിൽ അദ്ദേഹം പല പരിഷ്കാരങ്ങളും നടത്തി. ഒരു പുതിയ കൊയിനേജ് അദ്ദേഹം സ്ഥാപിക്കുകയും അഴിമതിക്കാരായിട്ടുള്ള പോർച്ചുഗീസ് ഉദ്യോഗസ്ഥരെ പുറത്താക്കുകയും ചെയ്തു. പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർക്ക് സ്വകാര്യ വ്യാപാരം നടത്തുന്നത് അദ്ദേഹം തടയുകയും ചെയ്തു. ആധുനിക യൂറോപ്യൻ വിദ്യാഭ്യാസം ആദ്യമായിട്ട് നടപ്പിലാക്കിയതും അൽബുക്കർക്കായിരുന്നു. ദ ഗ്രേറ്റസ്റ്റ് പോർച്ചുഗീസ് സ്റ്റേറ്റ്മെന്റ് ഇൻ ദ ഈസ്റ്റ് എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. മിക്സഡ് കോളനി സിസ്റ്റം അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു. അദ്ദേഹം 1515 ഡിസംബർ മാസം ഗോവയിൽ വെച്ച് അന്തരിച്ചു. തുടർന്ന് ലോപ്പ് സ്വാരസ്, ഡെ സിക്വേറ, ഡുവാർട്ടെ മെനേസസ് തുടങ്ങുന്ന പല വൈസ്രോയിമാര് ഇന്ത്യയിലേക്ക് വന്നു. പക്ഷേ ഇവരൊക്കെ ദുർബലരും പോർച്ചുഗീസുകാരുടെ ഇൻട്രസ്റ്റുകളെ കൃത്യമായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റാത്തവരുമായിരുന്നു. ഇതിന്റെ അനന്തര ഫലമായിട്ട് കോഴിക്കോട്ടെ അറബ് മെർച്ചൻസ് ആയിരുന്ന കുഞ്ഞാലി മരക്കാർമാര് വലിയ രീതിയിൽ വളർന്നു വരികയും
സാമൂതിരിയുടെ നാവികസേനയുടെ നേതാക്കന്മാരായിട്ട് മാറുകയും ചെയ്തു. കുഞ്ഞാലി മരക്കാർമാരുടെ ഒരു കാലഘട്ടം ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. കുഞ്ഞാലി മരക്കാർമാരുടെ ആക്രമണത്തിൽ പോർച്ചുഗീസാൽ വലിയ രീതിയിൽ അടിപതറി. ദുർബലരായിട്ടുള്ള വൈസ്രോയിമാരുടെ പ്രവർത്തനത്തിൽ അസംതൃപ്തനായ രാജാവ് വാസ്കോഡ ഗാമയെ മൂന്നാമത്തെ പ്രാവശ്യം ഇന്ത്യയിലേക്ക് അയച്ചു. ഈ പ്രാവശ്യം വാസ്കോഡ ഗാമ ഇന്ത്യയിൽ വരുന്നത് വൈസ്രോയി ആയിട്ടാണ്. കുട്ടി അലി എന്ന ഒന്നാം കുഞ്ഞാലി മരക്കാരനെ അദ്ദേഹം തോൽപ്പിക്കുകയും കോഴിക്കോടിന് വലിയ നാശം സൃഷ്ടിക്കുകയും ചെയ്തു. ഡിസൂസ എന്ന അദ്ദേഹത്തിന്റെ കമാൻഡറുടെ നേതൃത്വത്തിലാണ് അദ്ദേഹം ആക്രമണം അഴിച്ചുവിട്ടത്. തുടർന്ന് കണ്ണൂർ രാജാവിന്റെ ഒരു പ്രധാന നാവികസേനാ മേധാവിയായ ബാലിയ ഹസനെ അദ്ദേഹം അറസ്റ്റ് ചെയ്യുകയും കണ്ണൂർ കോട്ടയിൽ കൊണ്ടുവന്ന് തടവിലാക്കുകയും ചെയ്തു. 1524 ഡിസംബർ 24 മലേറിയ ബാധിച്ച് വാസ്കോഡ ഗാമ മരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തെ സെന്റ് ഫ്രാൻസിസ് ചർച്ചിലാണ് അടക്കം ചെയ്തത്. തുടർന്ന് 1539 ജന്മദേശമായ ലിസ്ബണിലെ ബെലേമിലെ ജെറോണിമോസ് മൊനാസ്ട്രിയിൽ ശരീരാവശിഷ്ടങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തു. വാസ്കോഡ ഗാമയുടെ ലെഗസി ഒന്നാമതായിട്ട് ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിൽ ദ ലൂസിയാനസ് എന്ന് പറയുന്ന പോർച്ചുഗീസ് നാഷണൽ ഇതിഹാസ കഥയിൽ സെൻട്രൽ ഫിഗറായിട്ട് വാസ്കോഡ ഗാമ എത്തുന്നുണ്ട്. ലൂയി വാസ്തെ കോമിയോസ് ആണ് ഇതിൻ്റെ രചയിതാവ്. ലെ ആഫ്രിക്കാനെ എന്ന 1865 ഒരു വലിയ ഒപ്പേറയുടെ ഒരു സെൻട്രൽ ഫിഗറായിട്ട് വാസ്കോഡ ഗാമയെ കാണാൻ വേണ്ടി കഴിയും. ഗ്യാക്കോമോ മേയബിയർ ആണ് ഇതിൻ്റെ രചയിതാവ്. ലൂയി ആൽബർട്ട് ഡുക്കോഡ്രയുടെ ഒപ്പേറയിലെ അദ്ദേഹം ഒരു വലിയ കഥാപാത്രമാണ്. 1872 അദ്ദേഹം ഈ ഒരു തിയേറ്റർ ഫോം ഇടുന്നത്. ഇനി പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ: ഗോവയിലെ വാസ്കോഡ ഗാമ സിറ്റി, സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് ടൗൺ അടുത്തുള്ള വാസ്കോ എന്ന് പറയുന്ന പ്രദേശം, ലിസ്ബണിലെ ഗാമ ബ്രിഡ്ജ്, ടവർ, ഷോപ്പിംഗ് സെന്റർ, മക്കൌവിലെ വാസ്കോ ഗാർഡനുമൊക്കെ ഉദാഹരണങ്ങളാണ്. ബ്രസീലിലും ഗോവയിലുമുള്ള ഫുട്ബോൾ ക്ലബ്സ്, കേരളത്തിലെ കൊച്ചിയിലുള്ള വാസ്കോ ചർച്ച്, ചന്ദ്രനിലെ ഉൽക്കാപതനത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള കാറ്റർ തുടങ്ങിയവയ്ക്ക് വാസ്കോഡ ഗാമയുടെ പേരാണ് ഇട്ടിരിക്കുന്നത്. വാസ്കോഡ ഗാമയുടെ നാവിഗേഷനിലായിട്ടുള്ള കോൺട്രിബ്യൂഷൻസിനെ കമമറേറ്റ് ചെയ്യാൻ വേണ്ടി സൗത്ത് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള ഒരു ബീക്കണിന് ഡഗാമ ക്രോസ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇത് കൂടാതെ ബർത്തലോമിയോ ഡയസിന്റെ പേരായിട്ടുള്ള ഡയസ് ക്രോസ് എന്നും മറ്റൊരു ക്രോസിനെ വിളിക്കുന്നു. പോർച്ചുഗീസ് നേവിയുടെ ആധുനിക കാലത്തെ കപ്പൽ വ്യൂഹങ്ങളിൽ ഒന്നിന് വാസ്കോഡ ഗാമ എന്നുള്ള പേരാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയിലെ മലയാളം മൂവിയായ ഉർമിയിലെ ഒരു വില്ലൻ കഥാപാത്രമായിട്ടും അദ്ദേഹം വരുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയിലെ ഹ്യൂ മസേക്കല എന്ന പ്രസിദ്ധനായ മ്യൂസിഷ്യൻ തന്റെ ആന്റി കൊളോണിയൽ സോങ്സിൽ വാസ്കോഡ ഗാമയെ ശക്തമായിട്ട് വിമർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സോങ്സ് കൊളോണിയൽ മാൻ, വാസ്കോഡ ഗാമ, ദ സെയിലർ മാൻ എന്നൊക്കെയാണ്. ഇവയിലാണ് വാസ്കോഡ ഗാമയെ അദ്ദേഹം വിമർശിക്കുന്നത്. 1502 1503 കാലഘട്ടത്തിലെ രണ്ടാമത്തെ കടന്നുവരവില് അദ്ദേഹം കൊണ്ടുവന്ന ഒരു പ്രധാന കപ്പലായിരുന്നു എസ്മറാൽഡ. ഈ കപ്പല് ഒമാനി തീരത്ത് വെച്ച് തകർന്നു പോയി. ഇതിന്റെ അവശിഷ്ടങ്ങൾ ഈ അടുത്ത കാലത്ത് ലഭിക്കുകയുണ്ടായി. പോർച്ചുഗീസ് കോയിൻസും പീരങ്കികളും കൂടാതെ വിൻസെന്റ് സോദ്രെ ദ ഗാമ എന്ന അദ്ദേഹത്തിന്റെ അങ്കിളിന്റെ ചില ലിഖിതങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ഏതാനും ചില ഫാക്ട്സിലേക്ക് പോവാം. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1628. പോർച്ചുഗീസുകാർ ഇന്ത്യയിലെ പ്രധാന കോളനികൾ ഗോവ, ദമാന്തിയു എന്നിവയാണ്. ഇന്ത്യയിലെ പോർച്ചുഗീസ് സാന്നിധ്യം ഉണ്ടായിരുന്നത് 463 വർഷമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഉണ്ടായിരുന്ന കൊളോണിയൽ ശക്തി പോർച്ചുഗീസുകാരായിരുന്നു. ഇന്ത്യയിലെ പോർച്ചുഗീസുകാരുടെ ആദ്യത്തെ തലസ്ഥാനം കൊച്ചിയാണ്. പിൽക്കാലത്തെ തലസ്ഥാനം ഗോവയാണ്. അൽബുക്കർക്കാണ് ഇത് മാറ്റുന്നത്. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബിജാപ്പൂർ സുൽത്താനിൽ നിന്നായിരുന്നു 1510. ഇതിനായിട്ട് പോർച്ചുഗീസുകാരെ സഹായിച്ച ഇന്ത്യയിലെ ഒരു പ്രധാന ചക്രവർത്തിയായിരുന്നു വിജയനഗര സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായ. പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യൻ പ്രദേശം ബോംബെ ദ്വീപുകളായിരുന്നു. പോർച്ചുഗീസുകാർ കാപ്പി എന്ന് വിളിച്ചിരുന്നത് കാപ്പാടിനെയും കാലക്കൂറ്റ് എന്ന് വിളിച്ചിരുന്നത് കോഴിക്കോടിനെയുമായിരുന്നു. കരമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസ് സഞ്ചാരി പെറദ കോവിൽഹയായിരുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കുഞ്ഞാലി മരക്കാർമാർ മുതലുള്ള പോർച്ചുഗീസ് ചരിത്രമായിരിക്കും നോക്കുക. അതിനുശേഷം ഡച്ചുകാരുടെ ചരിത്രവും ഉണ്ടാവും. ഈ 3 വീഡിയോകളോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആകും. തുടർന്നുള്ള വീഡിയോയിൽ നമുക്ക് ഈ ഭാഗമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.